പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മൈദയോ പഞ്ചസാരയോ മുട്ടയോ തൈരോ ഒന്നും ചേർക്കാതെ ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ. വീട്ടിൽ എപ്പോഴുള്ള ചേരുവകൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കട്ടോ ഈ ഒരു കേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നൊരു അടിപൊളി കേക്കാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു ബൗളിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ പാലിലുള്ള ആ ഒരു പാടയോട് കൂടെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഒരു മിക്സിംഗ് ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടിയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിൻ്റെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ള് അപ്പസോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്കൊന്ന് അരിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ശർക്കര പാനിയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അതേ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ പിന്നീട് നമുക്കിത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ബാറ്റർ ഒരുപാട് ലൂസായി പോവരുത്, അതുപോലെ തന്നെ ഒരുപാട് തിക്കും ആവാൻ പാടില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് നെയ്യോ അതല്ലെങ്കിൽ മുഴുവനായിട്ട് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്കിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇനി ഒരു കേക്ക് ടീൻ്റെ അടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇത്രയും ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കേക്ക് വെന്ത് വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അതുപോലെ തന്നെ തിക്കായി കഴിഞ്ഞാൽ നമുക്കത് ഹാർഡായി പോകട്ടെ കേക്ക്. അപ്പോൾ കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് മുൻപായിട്ട് തന്നെ ഗ്യാസ് അടുപ്പിൽ ഒരു പഴയ പാന് ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 15 മിനിറ്റോളൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നമുക്കിതൊരു 40-45 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. കേക്കൊക്കെ ഇതാപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് ചൂടാറി വന്ന് കഴിയുമ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കത്തി വെച്ച് സൈഡൊക്കെ വിടിയിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ ഇതുപോലെ സ്പാച്ചിൽ വെച്ച് വിടിയിപ്പിച്ചെടുക്കുമ്പോൾ സൈഡൊന്നും ഒട്ടും പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ ഇത്. കൂടുതൽ ചേരുവകളൊന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്.
എത്ര കഴിച്ചാലും മടുപ്പ് തോന്നില്ല കേട്ടോ, അത്രയും ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.